ഇന്റർനെറ്റിൽ നിങ്ങൾ ഒരു കാരണവശാലും സെർച്ച് ചെയ്യാൻ പാടില്ല എന്ന് ഗൂഗിൾ അഭിപ്രായപ്പെടുന്ന വളരെയധികം കാര്യങ്ങളുണ്ട്. അത്തരത്തിൽ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ തല കറങ്ങി വീണ് പോകുന്ന അല്ലെങ്കിൽ അമ്മച്ചി എന്ന് പറഞ്ഞ് പേടിച്ചു കൊടുത്ത അത്തരത്തിൽ പേടിയുള്ള ആൾക്കാരത് വീഡിയോ കാണാൻ നിൽക്കരുത് കേട്ടോ. അതിലുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഓരോ മാന്യ പ്രേക്ഷകർക്കും നമ്മുടെ ചാനലിൽ ഒരു പുതിയ വീഡിയോയിലൂടെ സ്വാഗതം. വീഡിയോ ലൈക്ക് ചെയ്ത് ഉറപ്പിക്കുക കേട്ടോ. ബോഡി ഫാം അനേകം മനുഷ്യന്മാരുടെ ശവങ്ങൾ പച്ചക്ക് വിജനമായിട്ടുള്ള ഓപ്പൺ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് കൊണ്ടിടുന്ന പരിപാടി. അതായത് ശവം ഒരിക്കലും ദഹിപ്പിക്കില്ല അല്ലെങ്കിൽ കുഴിച്ചിട മറവി അങ്ങനെ സെറ്റപ്പ് ഒന്നുമില്ല കേട്ടോ. പച്ചക്ക് അങ്ങനെ ഓപ്പൺ ആയിട്ടുള്ള സ്ഥലത്ത് കൊണ്ടിടുന്ന സയൻസിന്റെ ഒരു വിഷനാണ് ഈ ബോഡി ഫാം എന്ന് പറയുന്നത്. അതായത് നമ്മുടെ നാട്ടിലൊക്കെ മെഡിക്കൽ കോളേജുകൾക്ക് വേണ്ടി ബോഡിയും കണക്ക് ഡൊണേറ്റ് ചെയ്യുന്നവരില്ലേ, അത് പഠനങ്ങളുടെ ആവശ്യത്തിന് വേണ്ടിയാണ് ഉപയോഗിക്കാറുള്ളത്. അതേപോലെ തന്നെ ഇത് അമേരിക്കയിലൊക്കെ വളരെ കോമൺ ആയിട്ട്, അതായത് ഇന്ന് ലോകത്ത് 10 ബോഡി ഫാമുകളാണുള്ളത്. അതിൽ 8 അമേരിക്കയിലാണ്, ഒന്ന് ഓസ്ട്രേലിയയിലും ഒന്ന് കാനഡയിലുമായിട്ടുണ്ട്. ഈ 10 വ്യത്യസ്തമായിട്ടുള്ള യൂണിവേഴ്സിറ്റികൾ അണ്ടർലൈനാണ്. സോ ഒരാൾക്കാർ മരിക്കുന്നതിന് മുമ്പ് ഞാൻ കൊടുക്കാനായിട്ട് തയ്യാറാണെന്ന് പറഞ്ഞിട്ട് വരും. അതിൽ ഈ ബോഡി ഫാമുകൾ ഈ ഓരോ യൂണിവേഴ്സിറ്റി അക്സെപ്റ്റ് ചെയ്യും, അതിൽ ഒരു ബോഡി ഫാമിൽ കൊണ്ടുവരികയാണ് ചെയ്യുക. അതിൽ ഇവർ വിജനമായിട്ടുള്ള സ്ഥലത്ത് ഇടുന്നതോട് കൂടി തന്നെ അവിടെയുള്ള ഒരു കാലാവസ്ഥയിൽ, അതായത് അവിടെ എന്താണോ സീസൺ, ഇപ്പോൾ ചൂടാണെങ്കിൽ ചൂട്, തണുപ്പാണെങ്കിൽ തണുപ്പ്, മഴ ആണെങ്കിൽ മഴ, അങ്ങനെ ആ ഒരു വ്യത്യസ്തമായിട്ടുള്ള സീസണിൽ ആ ഒരു ശവത്തിന് എന്താണ് സംഭവിക്കുന്നത്, ആ ഒരു ശവത്തിന് വരുന്ന മാറ്റങ്ങളെ കുറിച്ച് പഠിക്കുക. ആ ഒരു ശവം ഡിക്കമ്പോസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ആ ഒരു ശവത്തിലൂടെ എന്തൊക്കെ അസുഖങ്ങളാണ് മനുഷ്യരിലോട്ട് വരാനായിട്ട് സാധ്യത, അതിൽ വേൾഡ് വാർ 3 വരാനായിട്ട് പോകുന്നത്. സോ ആ ഒരു സമയത്തൊക്കെ ഓരോ ആൾക്കാരെയും കൊണ്ടിട്ട് കുഴിച്ചിടുക, മരിച്ചുകരെ കുഴിച്ചിടുക അല്ലെങ്കിൽ കത്തിക്കുക എന്നൊക്കെ പറഞ്ഞാൽ നടക്കാത്ത കാര്യമാണല്ലോ. ഇനിയിപ്പോൾ വളരെ വലിയൊരു മഹാമാരി സംഭവിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ മരിക്കും. സോ അത്തരമുള്ള സമയത്തൊക്കെ എന്താണ് ഇത്തരത്തിലുള്ള ശവങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, അതിനുള്ള സൊല്യൂഷനും കാര്യങ്ങളൊക്കെ കണ്ടെത്തുക. അത്തരത്തിലുള്ള ഗവേഷകർ നടത്തുന്ന ഒരു പരീക്ഷണം തന്നെ പറയാം. ഓക്കെ, അതിലുള്ള ഒരു സെറ്റപ്പാണ് ഈ ബോഡി ഫാം എന്ന് പറയുന്നത്. സോ ഇത്തരത്തിൽ ലോകത്തിന്റെ 10 ഭാഗങ്ങളിലായിട്ട് 10ഓളം കേന്ദ്രങ്ങളുള്ളത്. അതിലെല്ലാം തന്നെ 100ലധികം ശവങ്ങളും ഇത്തരത്തിൽ ഉണ്ട്. സോ ഇതാണ് ബോഡി ഫാം. സോ ഇത്തരത്തിലുള്ള ഫോട്ടോകളും കാര്യങ്ങളൊന്നും ഒരു കാരണവശാലും കാണരുത് എന്നാണ് ഗൂഗിൾ അഭിപ്രായപ്പെടുന്നത്. കാരണം ഇത്തരത്തിലുള്ള ശവങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത്യാവശ്യം നമ്മൾ ഭയന്ന് പോകും. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഗൂഗിൾ ചെയ്യാൻ പാടില്ല എന്നാണ് ഗൂഗിൾ അഭിപ്രായപ്പെടുന്നത്. നിങ്ങൾ ഒരു കാരണവശാലും ഗൂഗിൾ ചെയ്യാൻ പാടില്ലാത്ത മറ്റൊരു കാര്യമാണ് യാനോമാമി. അതായത് മനുഷ്യന്റെ ശവം ജ്യൂസ് അടിച്ച് ഊറ്റി കുടിക്കുന്ന ഒരു പരിപാടിയാണ്, ഒരു ഫെസ്റ്റിവലാണ് ഇത്. സൗത്ത് അമേരിക്ക ഭൂഖണ്ഡത്തിൽ കണ്ടുവരുന്ന ഒരു ആദിവാസി വിഭാഗമുണ്ട്. അവരുടെ ഇടയിലുള്ള ഒരു വിചിത്രമായിട്ടുള്ള ആചാരമാണ് യാനോമാമി എന്ന് പറയുന്നത്. അതായത് അവരുടെ ഇടയിൽ ആരെങ്കിലും മരിച്ചെന്ന് വിചാരിക്കുക, മരിച്ചു കഴിഞ്ഞാൽ അവർ ചെയ്യുന്ന പരിപാടി അവരെ നല്ലതുപോലെ ദഹിപ്പിക്കും, പ്രത്യേക രീതിയിൽ ദഹിപ്പിച്ചെടുക്കും. എന്നിട്ട് ബാക്കി വരുന്ന അവരുടെ അത് എല്ലുകളും കാര്യങ്ങളൊക്കെ അസ്ഥികളും കാര്യങ്ങളൊക്കെ അവിടെ തന്നെ കിടക്കുന്നുണ്ടാവും. ബാക്കി വരുന്ന മാംസം മൊത്തമായിട്ട് ചാരമായി മാറിയിട്ടുണ്ടാവും. ആ ചാരം ഒരു പ്രത്യേക രീതിയിൽ സൂക്ഷിച്ച് ഭദ്രമായിട്ട് സേഫായി സൂക്ഷിച്ചു വെക്കും. പിന്നീട് ആ ഒരു എല്ലുകളുടെ ഇടയിൽ, അത് അസ്ഥിക്കൂടങ്ങളുടെ ഇടയിൽ പയവും കാര്യങ്ങളൊക്കെ അങ്ങനെ ഒരുപാട് സാധനങ്ങളൊക്കെ കുത്തിക്കയറ്റി അത് ഒരു മനുഷ്യന്റെ അസ്ഥിക്കൂടമാണ് എന്ന് തന്നെ, ഒരു മനുഷ്യന്റെ രൂപത്തിൽ തന്നെ ആ ഒരു സെറ്റപ്പിലോട്ട്, ആ ഒരു ലുക്കിലോട്ട് തന്നെ ആക്കി മാറ്റും. പിന്നീട് കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ആചാരമുണ്ട്, ഒരു ഫെസ്റ്റിവൽ ഉണ്ട്. അന്ന് ഇതെല്ലാം തന്നെ പുറത്തേക്ക് എടുക്കും. ആ ഒരു സൂക്ഷിച്ചിട്ടുള്ള, ഭദ്രമായി സൂക്ഷിച്ചിട്ടുള്ള ആ ഒരു ചാരും പുറത്തേക്ക് എടുക്കും. എന്നിട്ട് അതിലോട്ട് പയം, പിന്നെ അങ്ങനെ തേന്, അങ്ങനെ മധുരമുള്ള ഒരുപാട് സാധനങ്ങളും കാര്യങ്ങളൊക്കെ മിക്സ് ആക്കിയിട്ട് ഒരു പാനീയം പോലെ ഒരു ജ്യൂസ് ആക്കി മാറ്റും. അതായത് ആ മനുഷ്യന്റെ ചാരം, ശവത്തിന്റെ ചാരമാണ് അത് ജ്യൂസാക്കി മാറ്റും. എന്നിട്ട് അന്ന് ഒരു പ്രോഗ്രാമിന് വന്നിട്ടുള്ള, പരിപാടിക്ക് വന്നിട്ടുള്ള എല്ലാവർക്കും തന്നെ കുടിക്കാനായിട്ട് കൊടുക്കുകയാണ് ചെയ്യുക. അവർ ഊറ്റി കുടിക്കും. ചുരുക്കി പറഞ്ഞാൽ മനുഷ്യന്റെ ശവം, അതായത് ശവത്തിന്റെ ജ്യൂസ്, അത് മനുഷ്യന്റെ ചാരത്തിൽ തേനും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഊറ്റി കുടിക്കുന്ന അടിപൊളി കിണ്ണം കാച്ചി ജ്യൂസ്. എന്താണെങ്കിലും മരിച്ചു പോയിട്ടുള്ള ഒരു മനുഷ്യന്റെ സാന്നിധ്യം ഇനിയും നമ്മളിൽ ഓരോരുത്തരുടെയും ഇടയിൽ ഉണ്ടായിരിക്കണം, അങ്ങനെയുള്ള ഒരു വിശ്വാസത്തിന്റെ പേരിലാണ്, അങ്ങനെ ഉണ്ടാകാൻ വേണ്ടിയാണ് ഇവരൊരു സംഭവം കാര്യങ്ങളൊക്കെ, ഇവരൊരു ഡെഡ് ബോഡി ജ്യൂസും കാര്യങ്ങളൊക്കെ അടിച്ച് കുടിക്കുന്നത്. എന്നാണെങ്കിലും ഇത്തരത്തിലുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ, ഇത് ഈ ഒരു ഫെസ്റ്റിവലിന്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ആക്ച്വലി ഇന്റർനെറ്റിൽ അവൈലബിൾ ആണ്. അത് കുറച്ച് ഭീകരമാണ്. അതുകൊണ്ട് തന്നെയാണ് ഗൂഗിൾ ഒരു കാരണവശാലും ഇത് ഗൂഗിൾ ചെയ്യാൻ പാടില്ല എന്ന് അഭിപ്രായപ്പെടുന്നത്. ഇനി നിങ്ങൾ ഒരു കാരണവശാലും ഗൂഗിൾ ചെയ്യാൻ പാടില്ലാത്ത മറ്റൊരു കാര്യമാണ് സ്കൈ ബൂറിയൽ. ടിബറ്റിലെ അധിക ആൾക്കാർക്കും ഇടയിൽ കണ്ടുവരുന്ന ഒരു വിശ്വാസമുണ്ട്. അതായത് തങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും തങ്ങളുടെ ശവം മറ്റ് ജന്തുക്കൾ പൂർണ്ണമായിട്ടും തിന്നിരിക്കണം. പ്രത്യേകിച്ച് വൾച്ചറോ, അതായത് കഴുകൻ എന്ന് പറഞ്ഞ ഒരു പക്ഷി ഉണ്ടല്ലോ, കഴുകുമാർ മൊത്തമായിട്ട് തങ്ങളുടെ ശവം മൊത്തമായിട്ട് തിന്ന് തീർക്കണം. എന്നാൽ മാത്രമാണ് അവർക്ക് മോചനവും കാര്യങ്ങളൊക്കെ ലഭിക്കുകയുള്ളൂ, അവരുടെ ആത്മാവിന് ശാന്തികളൊക്കെ ലഭിക്കുകയുള്ളൂ. അതൊക്കെയാണ് അവരുടെ വിശ്വാസം. ഇതേക്കൊണ്ട് തന്നെ ടിബറ്റിന്റെ പല ഭാഗങ്ങളിലും ഇത്തരത്തിൽ വിശ്വസിക്കുന്നവർ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അവരുടെ ശവം തൂക്കി പിടിച്ചു കൊണ്ടുപോയിട്ട് ഇത്തരത്തിലെ പ്രത്യേക കേന്ദ്രങ്ങളൊക്കെ ഉണ്ട്. മലന്റെ മുകളിലാണ് ഇത്തരത്തിലുള്ള കേന്ദ്രങ്ങൾ ഉണ്ടാവുക. അതിൽ ഒരു മലന്റെ മുകളിൽ കൊണ്ടിടുകയാണ് ചെയ്യുക. അത് പച്ചക്കൻ ഓപ്പൺ ആയിട്ട് കൊണ്ടിടുകയാണ് ചെയ്യുക. അതിൽ പല ജന്തുക്കളും, പ്രത്യേകിച്ച് വൾച്ചർ, ഈ കഴുകനും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഇവരുടെ ശവം മൊത്തമായിട്ട് തിന്ന് തീർക്കുകയാണ് ചെയ്യുക. എന്നാൽ ചില സമയങ്ങളിൽ ഒന്നിലധികം ആൾക്കാർ മരണപ്പെടും. അത്തരത്തിലുള്ള കണ്ടീഷനിലാണ് കുറച്ച് ഭീകരമായിട്ടുള്ള കാഴ്ചയായിരിക്കും നമുക്ക് കാണേണ്ടി വരിക. അതായത് ഇതിൽ കഴുകന്മാരെന്ന് പറഞ്ഞാൽ നമ്മളെ പോലെ തന്നെയാണല്ലോ, ഫുള്ളാവുമല്ലോ, വയറ്
കാരണം തിന്ന് ഫുള്ളാവും. സോ അതിലുള്ള ഒരു കൊത്തി തിന്ന് ഫുള്ളായി കഴിഞ്ഞാൽ ബാക്കി ഇത് ശരീരത്തിൻ്റെ പകുതി തിന്നിട്ടുണ്ടാവുന്ന പകുതി ബാക്കിയായിട്ട് ഉണ്ടാവും. സോ ബാക്കി മനുഷ്യന്മാർ തന്നെ ആ ഒരു സംഭവം മുറിച്ച്, അതായത് ശരീരത്തിൻ്റെ ബാക്കി വരുന്ന ഭാഗം കത്തിയൊക്കെ ഉപയോഗിച്ചിട്ട് മുറിച്ചിട്ട് മറ്റ് മലമുകളിൽ കൊണ്ടിടും, എന്നിട്ട് മറ്റ് പക്ഷികൾക്ക് കൊടുക്കും. സോ ഈ ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭീകരമായിട്ടുള്ള ഒരു കാഴ്ചയാണ്. ഇതുകൊണ്ടാണ് ഗൂഗിളിൽ ഇതൊരു കാരണവശാൽ ഗൂഗിൾ ചെയ്യരുത് എന്ന് പറയുന്നത്. കാരണം ഭയങ്കര സ്കാരി ആയിരിക്കും. എന്നാണെങ്കിൽ നമ്മളെ ഇന്ത്യയിലും ഇങ്ങനെ ഒരു വിശ്വാസമുണ്ട്. അത് പാർസിക്കാരെ നിങ്ങൾക്ക് അറിയുമെന്ന് അറിയില്ല. നമ്മളെ രതൻ ടാറ്റയ്ക്ക് ആ ഒരു വിഭാഗത്തിൽ പെടുന്ന ആളാണ്. പാർസിക്കാർക്കിടയിൽ ഇങ്ങനെ ഒരു വിശ്വാസമുണ്ട്. അത് ഞാൻ ആക്ച്വലി ലൈവായിട്ട് അവിടെ പോയി ഇതിൻ്റെ അകത്ത് പോയിട്ട് ഈ സംഭവം കണ്ടിട്ടുണ്ട് കേട്ടോ. നമ്മൾ മുംബൈയിലൊക്കെ നമുക്കിത് കാണാം. എല്ലാവർക്കും കാണാൻ പറ്റില്ല, ഹൈലി റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഏരിയ ആണ്. മതിലൊക്കെ ചാടി കയറിയാണ് ആ വീഡിയോസ് കാര്യങ്ങളൊക്കെ അത് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ പ്രൈമറി ചാനലിൽ. എല്ലാ വർഷവും ജൂൺ 21 മുതൽ ജൂൺ 30 വരെ ചൈനക്കാർ 1, 2, 3 ജാവോ ഡമ്പ ഡമ്പ അങ്ങനെയൊക്കെ പാട്ട് പാടി ആഘോഷിക്കുന്ന ചൈനക്കാർക്ക് വളരെ പ്രിയപ്പെട്ട ഒരു ആഘോഷമാണ് ചൈന ഡോഗ് ഫെസ്റ്റിവൽ. ഈ ഒരു കാര്യം നിങ്ങൾ ഒരു കാരണവശാലും ഗൂഗിളിൽ സെർച്ച് ചെയ്യാൻ പാടില്ല, ഇന്റർനെറ്റിൽ ഒരു കാരണവശാലും സെർച്ച് ചെയ്യാൻ പാടില്ല എന്നാണ് ഗൂഗിൾ അഭിപ്രായപ്പെടുന്നത്. കാരണം അത്രമാത്രം ഭീകരമായിട്ടുള്ള കാഴ്ചകളായിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. കാരണം ഈ ഒരു ഫെസ്റ്റിവലിന് വേണ്ടി ഭക്ഷണമാക്കാൻ വേണ്ടി പതിനായിരക്കണക്കിന് വരുന്ന നായ്ക്കളെ ഇവർ കൊല്ലാറുണ്ട്. കൊന്നിട്ട് അതിനെ എല്ലാം തന്നെ തോല് പറിച്ചതിന് ശേഷം കമ്പിലൊക്കെ കുത്തിക്കയറ്റി ചുട്ടെടുക്കുന്ന പരിപാടിയാണ്. അത്തരത്തിൽ എല്ലാവരും കൂടി തന്നെ കഴിക്കുന്ന ഒരു സെറ്റപ്പാണ്. അങ്ങനെയുള്ള ഒരു കൂട്ട നായ്ക്കളുടെ തിന്നുന്ന പരിപാടി ഒക്കെ അതാണ് ഈ ഒരു ചൈന ഡോഗ് ഫെസ്റ്റിവൽ എന്ന് ചുരുക്കത്തിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും. കാര്യം 4000 വർഷമായിട്ട് ഒരു വർഷത്തിൽ പോലും ഒമാരി ഒരു പരിപാടി മിസ് ചെയ്തിട്ടില്ല കേട്ടോ. ഈ 2025 ഒമാരി വിശ്വസിക്കുന്നത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് നല്ലതുപോലെ മഴ ലഭിക്കുന്നതാണ്. വല്ലാത്ത കോമഡി തന്നെ. നമ്മളവിടെ പശു ആണെങ്കിൽ അവിടെ നായ്ക്കുട്ടി, എത്ര വ്യത്യാസമുള്ളൂ. എന്നാണെങ്കിലും 10,000 വരുന്ന പട്ടികളെ അതിക്രൂരമായിട്ടുള്ള തരത്തിലായിരിക്കും കൊല്ലുക എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. കാരണം അത്രമാത്രം പട്ടികളെ പിടിച്ചിട്ട് ഭക്ഷണമാക്കുക എന്നൊക്കെ പറയുമ്പോൾ, ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഭക്ഷണമാക്കുക എന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായിട്ടും അതിക്രൂരമായിട്ടുള്ള തരത്തിലായിരിക്കും ഇവർ കൊല്ലുക എന്നൊന്നും ആർക്കും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ആയിരിക്കും. ബ്ലോബ് ഫിഷ് നമ്മൾ ഗൂഗിളിൽ ഒരു കാരണവശാലും സെർച്ച് ചെയ്യാൻ പാടില്ല, ഇന്റർനെറ്റിൽ ഒരു കാരണവശാലും സെർച്ച് ചെയ്യാൻ പാടില്ല എന്നൊക്കെയാണ് ഗൂഗിൾ നിർദ്ദേശിക്കുന്നത്, ഗൂഗിൾ അഭിപ്രായപ്പെടുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരിക്കലും ലോകത്തിലെ ഏറ്റവും വൃത്തികെട്ട മീൻ ഏതാണ്, വൃത്തികെട്ട ജീവി ഏതാണ് എന്നുള്ള തരത്തിൽ ഒരു മത്സരം നടത്തിയ സമയത്ത്, ഒരു സർവേ നടത്തിയ സമയത്ത് അവർക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത് ബ്ലോബ് ഫിഷ് ആയിരുന്നു. ഇത് കടലിൽ ഏറ്റവും അടിത്തട്ടുകളിൽ ജീവിക്കുന്ന ഒരു മീനാണ്. ഇത് കടലിന് വളരെ ഡീപ്പായിട്ടുള്ള പുഷകൾ മാത്രമാണ് ഈ ബ്ലോബ് ഫിഷ് നമുക്ക് കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇതിന് എല്ലുകൾ, ഇതിന് അസ്ഥികളും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒരു കോയ എന്ന തരത്തിൽ നിൽക്കുന്ന, കോയനിങ്ങനെ നിൽക്കുന്ന ഒരു ലുക്കാണ് ഇതിന് ഉള്ളത്. അതുകൊണ്ട് തന്നെ പല തരത്തിലുള്ള ഫോബികളും കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് ഇത് കാണുന്നതിന് വളരെ ബുദ്ധിമുട്ടായിരിക്കും. ബട്ട് സ്റ്റിൽ നമ്മളിവിടെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. സോ ഭയങ്കര കണ്ടുകഴിഞ്ഞാൽ അല്പം ഉറക്കം പോലും വരാത്ത ടീംസ് വരെ ഉണ്ടാവും. അതുകൊണ്ടാണ് ഗൂഗിൾ ഇത് ഒരു കാരണവശാലും സെർച്ച് ചെയ്യരുത്, ഇതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും ഫോട്ടോസും കാര്യങ്ങളൊന്നും കാണരുത് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഗൂഗിളിൽ ഒരു കാരണവശാലും സെർച്ച് ചെയ്യാൻ പാടില്ലാത്ത ലിസ്റ്റിൽ ഒന്ന് ബ്ലോബ് ഫിഷ് വന്നത്. ഇന്റർനെറ്റിൽ നിങ്ങൾ ഒരു കാരണവശാലും സെർച്ച് ചെയ്യാൻ പാടില്ലാത്ത, സെർച്ച് ചെയ്ത് കാണാൻ പാടില്ലാത്ത മറ്റൊരു കാര്യമാണ് ക്ലോക്ക് സ്പൈഡർ. അതായത് സാധാരണത്തിൽ ചിലന്തികൾ, ഒരു സാധാരണ നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന ലോക്കലായിട്ടുള്ള എട്ടുകാലികളെ കണ്ടു കഴിഞ്ഞാൽ പോലും പേടിച്ചോടുന്ന, കണ്ടം വൈ ഓടുന്ന, അല്ലെങ്കിൽ അന്ന് ഉറക്കം പോലും ഇല്ലാണ്ട് ഉറങ്ങാണ്ട് പേടിച്ച് വെക്കുന്ന ആൾക്കാർ പോലും നമ്മുടെ നാട്ടിലുണ്ട്. ആക്ച്വലി ഇത് പല ആൾക്കാർക്കും ഉള്ളൊരു ഫോബിയാണ്, അറക്നോഫോബിയ എന്നൊക്കെയാണ് ഇതിനെ വിളിക്കുക എന്ന് തോന്നുന്നു. അപ്പം ഈ ഒരു ഇത്തരത്തിലുള്ള ഫോബിയൊക്കെ ബാധിച്ചവർക്ക് ആക്ച്വലി ഇത്തരത്തിലുള്ള ഒരു സാധാരണ എട്ടുകാലിനെ കണ്ടു കഴിഞ്ഞാൽ പോലും ഭയങ്കര പേടിയാണെങ്കിലും ഒരു ക്ലോക്കിന്റെ അത്രമാത്രം വലുപ്പം വരുന്ന ഈ ഒരു ക്ലോക്ക് സ്പൈഡറിനെ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരുടെ കിളി വരെ പറന്ന് പോകും. ആകെ ഒരു ഷോക്കായി പേടിച്ചില്ലാണ്ടാവുമല്ലോ. അതുകൊണ്ടാണ് ആക്ച്വലി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സെർച്ച് ചെയ്യരുത്. ഈ ഒരു കാര്യം ക്ലോക്ക് സ്പൈഡറിനെ കുറിച്ചുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് അതിന്റെ ഫോട്ടോസും കാര്യങ്ങളൊന്നും കാണരുത് എന്ന് ആക്ച്വലി ഗൂഗിൾ നിർദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താണെങ്കിലും ഇന്നത്തെ ഒരു ചോദിച്ചു അതിൻ്റെ പിയാണ് നിങ്ങൾ ഏറ്റവും കൂടുതലായിട്ട് സെർച്ച് ചെയ്ത് കണ്ടെത്തിയ കാര്യം എന്താണ്? ഞാൻ പറഞ്ഞ ഓരോ കാര്യങ്ങൾ നിങ്ങൾ സെർച്ച് ചെയ്തിട്ടുണ്ടായിരിക്കും അപ്പൻ്റെ പോയിട്ട്. അങ്ങനെ ആയിരിക്കും ഓരോ ആൾക്കാരും ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കും. അത് ഉറപ്പ് തന്നെയാണ്. അതിനുവേണ്ടി തന്നെയാണ് ആക്ച്വലി ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ട്. കാരണം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇന്നത്തെ ഈ ഒരു ലിസ്റ്റിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. കുറച്ച് നമ്മൾ വീടിൻ്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പേടിയുള്ളവരൊന്നും ഈ ഒരു വീഡിയോ കാണാൻ നിൽക്കേണ്ടത്. കാരണം അത്യാവശ്യം കുറച്ച് സ്കാരി ആയിട്ടുള്ള സാധനങ്ങൾക്കായിരുന്നു ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം ഫോബികളും ഞങ്ങൾക്കുള്ളവർക്ക് കുറച്ച് പേടി തന്നെ ആയിരിക്കും. ഓക്കെ, എന്നാണെങ്കിൽ ഇന്നത്തെ ഒരു അതിൻ്റെ പിയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ്. ഓൾസോ ഇതിൻ്റെ പാർട്ട് 2 എത്രയും പെട്ടെന്ന് വരുന്നതായിരിക്കും. സോ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ഗൈസ്. സോ ബൈ.